നമ്മുടെ നായകൻ ഇന്ദ്ര ഒരു സബ് ഇൻസ്പെക്ടറാണ്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ചെയ്ത് ആക്സിഡന്റ് ആയതുകൊണ്ട് ഇപ്പോൾ അവൻ സസ്പെൻഷനിലാണ്. സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ അവൻ ആകെ ഡെസ്പായിട്ടാണ് നടക്കുന്നത്. ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ അവന്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. അവന്റെ വൈഫ് അവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ആൽക്കഹോളിന്റെ യൂസ് കൂടിയത് കൊണ്ട് അവന്റെ നെർവ് കംപ്ലൈന്റ് ആയതാണ്. അതുകൊണ്ട് അവന്റെ കണ്ണ് മാറ്റി വെക്കേണ്ടി വരും. ഒരു ഡോണറിനെ കിട്ടുന്നത് വരെ അവനോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഇത് കേട്ട് ആകെ തകർന്നു പോയ ഇന്ദ്രയെ വൈഫ് സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കും. അവളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ അവൻ പതിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. അങ്ങനെ അവരുടെ ലൈഫിലേക്ക് വീണ്ടും ഹാപ്പിനെസ് ഒക്കെ വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി ഒരു ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഇന്ദ്ര നോക്കുമ്പോൾ വൈഫിനെ കാണില്ല. അവൻ ആകെ ടെൻഷനായി റൂമിന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഹാളിൽ അവൾ തൂങ്ങി മരിച്ച നിലയിലാണ്. അവളുടെ കൈപ്പത്തി ആരോ മുറിച്ചെടുത്തിരിക്കുന്നു. ഇതേ സമയം നാട്ടിൽ ഇതുപോലെ തന്നെ മറ്റ് 3 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നത് ഒരു സൈക്കോ സീരിയൽ കില്ലറാണ്. അവൻ കൊല്ലുന്ന എല്ലാവരുടെയും കൈപ്പത്തി അവൻ വെട്ടിയെടുക്കാറുണ്ട്. വൈഫ് മരിച്ചതോടെ ആകെ തകർന്നുപോയ ഇന്ദ്ര ഇതിന്റെ പിന്നിലുള്ള സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പോലീസുകാരനായ ഒരു ഫ്രണ്ടും അവന്റെ കൂടെ ഹെൽപ്പിനുണ്ട്. ഈ സമയം ആ സീരിയൽ കില്ലറിനെ ഒരു ബാറിൽ അടിപിടി ഉണ്ടാക്കിയതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അവന്റെ ഫ്രണ്ടും സ്റ്റേഷനിൽ വെച്ച ആ സീരിയൽ കില്ലറിനെ കാണുന്നുണ്ട്. എന്നാൽ അവനാണ് ഈ സീരിയൽ കില്ലറിന് ആർക്കും അറിയില്ല. അതിനുശേഷം ഇന്ദ്രയും ഫ്രണ്ടും കൂടി ചേർന്ന് ഒരു വിറ്റ്നസിന്റെ സഹായത്തോടു കൂടി അവന്റെ രേഖാചിത്രം തയ്യാറാക്കുകയാണ്. രേഖാചിത്രം കണ്ടതോടുകൂടി ആ ഫ്രണ്ടിന് ആളെ മനസ്സിലാകും. അങ്ങനെ അവർ ആ സീരിയൽ കില്ലറിന്റെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അവിടേക്ക് പോകും. അവിടെ വെച്ച് അയാൾ ഇന്ദ്രയായിട്ട് ഫൈറ്റ് ആകും. ഫൈറ്റിനൊടുക്കം പോലീസ് അവിടേക്ക് വന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയും അയാൾ ആ 3-4 കൊലപാതകങ്ങൾ മാത്രമല്ല ടോട്ടൽ 28 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ ഇന്ദ്രയുടെ വൈഫിനെ കൊന്നത് അയാളല്ല. അവളെ അയാൾ കണ്ടിട്ട് പോലുമില്ല.